ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല വിഷമം തോന്നുന്നല്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താ പറഞ്ഞ കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് കരച്ചിലും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നേ, എനിക്കിന്ന് ഭയങ്കര വിഷമമുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയണേ. ഇങ്ങനെ എന്നാലും നമ്മളോട് ക്രൂരതകളൊക്കെ മിണ്ടാപ്രാണികൾ ചെയ്യാവോ ഇല്ലയോ? ഇത് നട്ട് നനച്ച് വളർത്തുന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം ഇന്നത്തെ എന്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എന്റെ കുഞ്ഞൻ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നീട്ടുന്നില്ല, കാര്യം എന്താന്ന് നിങ്ങളെ കാണിച്ചേക്കാം കേട്ടോ. ആട് കെട്ടഴിഞ്ഞ് നല്ല തളിർത്ത് വളർന്നു നിന്നിരുന്ന കുറച്ച് വെണ്ടകളായിരുന്നേ. ആടുകൾ രണ്ടും കൂടെ കെട്ടഴിഞ്ഞോണാന്നേലും നമുക്കങ്ങ് സഹിക്കാം. ഞാൻ കെട്ടിയിട്ടെടുത്തോന്ന് അഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇത് കഴുത്തേന്ന് കെട്ട് പറിച്ചിട്ട് വന്ന് ഇത് കണ്ടോ തിന്നത് മൊത്തം നശിപ്പിച്ച് കായ്ച്ചു തുടങ്ങിയതായിരുന്നു. കണ്ടോ, കായൊക്കെ നല്ലതായിട്ട് പിടിച്ചിങ്ങനെ വരാൻ തുടങ്ങിയ വെണ്ടയാണ് ഈ കോലത്തിലാക്കി തന്നത്. അതൊക്കെ നമ്മൾ അന്ന് നട്ട വെണ്ടകളാ കേട്ടോ. എന്തായാലും ദൈവാധീനത്തിന് ഇവിടെ 3 ഗ്രോ ബാഗേ ഞാൻ എടുത്ത് മുറ്റത്ത് വെച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് 3 അവർ കശാപ്പ് ചെയ്തിട്ടുള്ളു. നമുക്ക് പോയി മേളിലുള്ള ബാക്കിയുള്ള വെണ്ടകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മനസ്സിലായോ എത്രത്തോളം എനിക്ക് സങ്കടം ഉണ്ടെന്ന്? എന്റെ 2 ആടുകൾ ചെയ്ത ഇത് കണ്ടോ, വെണ്ടയ്ക്കൊക്കെ പറിക്കാറായി ഇങ്ങനെ വന്നോണ്ടിരുന്ന സമയത്ത് ഈ ചെയ്തിട്ട് പോയത്. അമ്മ ഇവിടെ എന്നോട് പറഞ്ഞു, ഇത് വേറെ വല്ല ആരികളായിരുന്നു ചെയ്യുന്ന, ആടായോണ്ട് ക്ഷമിച്ചേക്കാം. സത്യമായിട്ടും ആടായോണ്ട് മാത്രമാ ക്ഷമിച്ച. എന്റെ പിള്ളേരായിരുന്നേ പോലും ഞാൻ ക്ഷമിക്കത്തില്ലായിരുന്നു കേട്ടോ. ആടിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനോടങ്ങ് ക്ഷമിച്ചു. ചെയ്തു നോക്കി. ഈ വെണ്ടയൊക്കെ നമ്മൾ ഇത് കുഞ്ഞ് തൈയായിട്ട് നട്ട് അത് വളർന്ന് വരുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ ഇങ്ങനെ നോക്കുന്ന ആളാണ്. അപ്പം അതിങ്ങനെ നശിപ്പിച്ചപ്പോ എനിക്ക് വളരെ സങ്കടമുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പോയി മോളിൽ പോയി ബാക്കിയുള്ളവരെ കണ്ടിട്ട് വരാം കേട്ടോ. നമ്മള് മോളില് സിമെന്റ് ചാക്കിലും സിമെന്റ് ചാക്കി തട്ട 2 വഴുതന തൈ കേട്ടോ. നല്ല തഴച്ച് കിളിച്ച് വരുന്നുണ്ട് അവര്. അതുപോലെ തന്നെ വെണ്ട ഒക്കെ മേലിൽ നമ്മള് ടെറസിന്റെ മണ്ടയ്ക്ക് ഗ്രോ ബാഗി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ കണ്ടോ, കോവലിന്റെ മുട്ടിൽ നിങ്ങൾ പോച്ച കണ്ടിട്ട് ഇതാവണ്ട. അത് പോച്ച ഞാൻ അവിടെ അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. പറിച്ച് അതിന്റെ മൂട്ടിൽ തന്നെ ഇടുന്ന. എന്താണെന്നറിയാവോ, ഇന്നിപ്പോ മഴയാണെങ്കിൽ ഇവിടെ വെയിലുറയ്ക്കുമ്പോ ഭയങ്കര ശക്തമായ വെയില. അപ്പൊ അതങ്ങ് മൂടിനൊരു എന്താ പറയുക, ഉത്സാഹത്തോടെ കയറി വരുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ വെണ്ടകൾ കണ്ടോ, ഇവിടെ നിൽക്കുന്ന വെണ്ടകൾ കണ്ടോ, ഇവരൊക്കെ കായ്ക്കാറായി ഇങ്ങനെ വരുക കേട്ടോ. നമ്മൾ അന്ന് നട്ട വെണ്ടകളാ ഇതെല്ലാം. കണ്ടോ, ഇവരൊക്കെ ഇങ്ങനെ കാ പിടിക്കാറായി വരുന്നുണ്ട്. അതിന്റെ കൂടെ പച്ചമുളക് തൈ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു പടവലം ഇത് തന്നെ കിളിച്ച് വരുന്നത്. ഇനി ഇതിനെ എങ്ങോട്ട് പടർത്തി വിടുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്റെ പച്ചമുളക് തൈകള് ഇതിന്റെ മൂട്ടിൽ ഞാൻ ഇങ്ങനെ പോച്ച നിർത്തിയിരിക്കുന്നതാ കേട്ടോ. എന്താ വെച്ചാൽ വേരിലോട്ട് വെയിൽ തട്ടാതിരിക്കാൻ. അത് പറിച്ച് മൂട്ടിൽ തന്നെ ഇടും, അത് അവിടെ തന്നെ കിടന്ന് വീണ്ടും കിളിക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. വളമൊക്കെ ഇടാൻ ചെല്ലുന്ന സമയത്ത് പോച്ച പറിച്ചിട്ട് അതിന്റെ മൂട്ടിൽ തന്നെ ഇടും, വളം ഇട്ട് വയ്ക്കും. എന്നിട്ട് അത് വീണ്ടും അവിടെ കിടന്ന് കിളിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ശക്തമായിട്ടുള്ള വെയിലാണ് ഇതിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെണ്ട കൃഷിയൊക്കെ കണ്ടോ. ഈ വെണ്ടയ്ക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടെ മഴയാ. ഞാൻ കുട പിടിച്ച് അതിന്റെ കീഴിൽ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇന്ന് മഴ ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും കീടങ്ങളെ ഒന്നും എടുത്തു കളയാൻ പറ്റത്തില്ല. വെണ്ട നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇല ചുരുട്ടിപ്പുഴു. ഇത് കണ്ടോ, ഇത് ഇല അങ്ങ് ചുരുട്ടും. മുറ്റത്ത് വരുന്നപ്പോ ഞാൻ എപ്പോഴും നോക്കുന്നതുകൊണ്ട് അതിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഇപ്പൊ 2-3 കയറി കൂടിയിട്ടുണ്ട്. ഇന്നിപ്പൊ എന്തായാലും ഈ മഴയത്ത് നിന്ന് എനിക്ക് അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ചിലപ്പോ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് നശിപ്പിക്കും, അത് വേറെ കാര്യം. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിനെയൊക്കെ നമ്മൾ കൊന്നുകളയാം. അല്ല, മഴക്കാലത്ത് ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായുള്ള എന്താ പറയുക, വെണ്ട കൃഷി ചെയ്യാൻ അനുയോജ്യമായ സമയമാണ് മഴക്കാലം. മഴക്കാലത്ത് വെണ്ട കൃഷി നല്ലതായിട്ട് കിട്ടും കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് ഉണ്ടായി കിട്ടുകയും ചെയ്യും. കൃഷി ചെയ്താൽ നല്ല ഇതാണ്. ഇത് കണ്ടോ, നല്ല ആരോഗ്യത്തോടുള്ള വെണ്ടയ കണ്ടോ, പഴച്ച് കയറി വരുന്നുണ്ടോ. കായൊക്കെ അതേ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുറവശത്തും ഉണ്ട് കുറച്ച് വെണ്ടകൾ കേട്ടോ. അപ്പം ഇവരുടെ ഒരു കുഞ്ഞൻ വീഡിയോ ആണ്.
അതുപോലെ തന്നെ നമ്മുടെ കോവലെല്ലാം തണ്ട മഴയായപ്പോഴത്തേന് പോയി. ടെറസിന്റെ മണ്ടയ്ക്ക് ഇത് മഴക്കാലത്ത് കോവലൊട്ടും നമുക്ക് ഇല കിട്ടത്തില്ല കേട്ടോ. കാരണം ഇല എല്ലാം അങ്ങ് അവിഞ്ഞു പോകും. അവിഞ്ഞു പോയി നമ്മുടെ എന്താ പറഞ്ഞ കോവല് മൊത്തവും പോയി. എന്താണ്ട് ഇപ്പൊ കുറച്ച് ഒരു 2-3 ദിവസം ഇവിടെ കുറച്ച് വെയിലുണ്ടായിരുന്നു. അന്നേരം എന്താ ഇത് കണ്ടോ, 1-2 പൂവിട്ട കണ്ടോ, പൂ കാണാവോ? നല്ല മഴയാണ്. മഴയത്താ ഫോണിങ്ങനെ ഞാൻ കൊടക്കി ചെയ്തിട്ട് ഫോണിനെ നീട്ടി പിടിക്കും. അപ്പം അങ്ങനെ നമ്മുടെ കോവൽ കൃഷിയെല്ലാം ഇതായി. അതുപോലെ തന്നെ നമ്മുടെ റംബുട്ടാൻ ഇത് കണ്ടോ മൊത്തം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആരും വലയിടാനൊന്നും വന്നില്ല കേട്ടോ. ഇവര് വലയിട്ട് നമുക്ക് കൊടുക്കണമെന്നുള്ള പ്ലാനിൽ നിർത്തിയൊക്കെ ഇതുവരെ വന്നില്ല ആരും. നല്ല പഴുത്ത റംബുട്ടാൻ കാണണോ നിങ്ങൾക്കൊക്കെ? നല്ല എന്താ പറഞ്ഞേ വരിക്ക ഇനത്തിൽപ്പെട്ട റംബുട്ടാന. ഇത് കണ്ടോ പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ള. ഞാൻ ഇതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഒറ്റയ്ക്കുള്ള ഇടാം കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ 1-2 പച്ചമുളക് കണ്ട്. ഇത് എനിക്ക് വീട്ടാവശ്യത്തിനുള്ള 4 ഗ്രോ ബാഗിലായിട്ട് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ. അത്യാവശ്യം എനിക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് കാഴ്ച എടുക്കുന്നത് കണ്ടോ. കണ്ടോ ഇവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്ന കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു മുരടിപ്പ് പോലെ തന്നെ ഇതിന് വരുന്നുണ്ട്. ഞാൻ കഞ്ഞോളമൊക്കെയാണ് ഇതിനെ പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നത്. വ്യത്യാസമൊക്കെ വരും. ചിലപ്പോൾ ഇച്ചിരി സൂഡോമോണസിന്റെ പൊടിയില്ലേ അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. പിന്നെ ചാരം, ചാണകപ്പൊടി ഇതൊക്കെ തന്നെ എന്റെ വളം. അപ്പൊ നമുക്ക് ഒരു കാ പറിച്ചാലോ? കാ പറിക്കണ്ടേ? അനുവേട്ട കണ്ട എന്നെ ചീത്ത പറയും ഇത് പറിക്കുന്നതിന്. വേണ്ടേ കണ്ടോ നല്ല രസമില്ലേ കാണാന്? നല്ല ഇതുണ്ടോ. ക്യാമറയുടെ അവിടെ കാണിക്കണം. എന്താ ഇങ്ങനെ നടന്നു വരുന്ന കേട്ടോ. ഒട്ടും നമ്മളെ എന്താ പറയാ കുരുവെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതേ അല്ല. ഉണ്ടോ നല്ല എല്ലാം റംബുട്ടാണ്. ഞാൻ പെരയുടെ മണ്ട കയറിയ തച്ചിന് തിന്നും. തച്ചിന് തിന്നു പറഞ്ഞാൽ തച്ചിന് തിന്നും. എന്റെ മൈക്കൊക്കെ നനയുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ നിന്ന ഇനിയും റംബുട്ടാൻ തിന്നോണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഇത് അമിതമായിട്ട് തിന്നു കഴിഞ്ഞാൽ കഫക്കെട്ടുണ്ടാവും. അതിന് അനുവേട്ടൻ എന്നെ വഴക്ക് പറയും ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ പറയുന്നേ, ഞാൻ റംബുട്ടാൻ കണ്ടോ നിറച്ചിങ്ങനെ നിൽക്കുവാ. ഇതിലിങ്ങനെ തിന്നാതെ എങ്ങനെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇല്ലയോ. അതുകൊണ്ട് ഞാൻ തിന്നുകയും ചെയ്യും, എനിക്ക് കഫക്കെട്ടുണ്ടാവുകയും ചെയ്യും. അതിനാണ് അനുവേട്ടൻ എന്നെ വഴക്ക് പറയുന്നത്, ഇത് അമിതമായിട്ട് തിന്നരുത് എന്ന് പറഞ്ഞ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്റെ വെണ്ട തിന്നതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ആടുകളെ എനിക്ക് നല്ല 2 കൊടുക്കാനുള്ള ദേഷ്യമുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, മിണ്ടാപ്രാണികളല്ലേ പോട്ടെ എന്ന് കരുതി. എന്നാലും തഴച്ച് വളർന്ന് അതിങ്ങനെ കായൊക്കെ പിടിച്ചു വന്ന് എന്റെ അമ്പൂര് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ പൊതുക്കി കൊടുത്തു വിടാനും പറിക്കാവല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ നിന്ന സമയത്താണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പൊതിയൊക്കെ കിട്ടേണ്ട സമയത്തെ ഒത്തിരി അല്ലെങ്കിലും നമ്മുടേതായ കുറച്ച് ഇങ്ങനെ പറിച്ച ഒരു പൊതിക്കകത്ത് നമ്മുടെ വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അതാണ് ആ ആട് തല്ലിക്കെടുത്തിയെന്ന് ഓർക്കുമ്പോൾ ഉള്ള ഒരു വിഷമം കേട്ടോ. അല്ലാതെ വേറൊന്നും അല്ല. എന്നാലും അത്യാവശ്യം ശരിയാകും. ഓക്കെ, ഇവിടൊക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ. ടാറ്റാ, ബൈ ബൈ.